ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശയാണ്. നമ്മൾ ഇതിനെ ഇവിടെ പാലാട എന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്, അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് 4 മണിക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് കുതിർത്ത് വയ്ക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വയ്ക്കണം. ഇപ്പോൾ നമ്മൾക്ക് രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ വൈകുന്നേരം നമ്മൾക്ക് കുതിർത്ത് വയ്ക്കാം. ഇപ്പം ഞാനിങ്ങനെ തലേദിവസം കുതിർത്ത് വെച്ചിട്ട് ഇപ്പം രാവിലെ എടുത്ത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത്. ഇനി ഈ കുതിർത്ത് വെച്ച അരി മാത്രം എടുത്ത് മിക്സി ജാറിലോട്ട് ഇടുക. അതിനുശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കണം. 1 കപ്പ് പച്ചരി ആണെങ്കിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക. ഇനി അഥവാ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ തേങ്ങ ചിരവിയതും ചേർക്കാം. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടോ, അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഇനി വെള്ളം ഒഴിക്കണം. ഞാനപ്പം 2 കപ്പോളം വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിലോട്ട്. കാരണം 1 കപ്പ് തേങ്ങാപ്പാലും ഉണ്ട്, അപ്പം ബാക്കി 2 കപ്പും കൂടെ ആയിട്ട് അങ്ങനെ 2.5 കപ്പോളം വേണ്ടി വരും നമ്മൾക്ക് ഇതിലോട്ട് വെള്ളം. 1 കപ്പ് അരിക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നീർദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം എണ്ണ പുരട്ടുകയാണ്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഈ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടോ, നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ, ആപ്പത്തിൻ്റെയൊക്കെ ബബിൾസ് പോലെ, അതേപോലെ കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരിക്കും നീർദോശ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അതാണ് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി. ചിലതൊക്കെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് വെള്ളം കൂട്ടി കൊടുത്താൽ മതി. ഒരുപാട് കുറച്ച് തിക്കാവുമ്പോഴാണ് ഇതുപോലെ ബബിൾസ് വരാതിരിക്കുക. അപ്പോൾ ഞാൻ ഇനി ഇത് മറിച്ചിട്ടിട്ട് ഒരു കുറച്ച് നേരം, ഒരു 30 സെക്കൻഡ് തന്നെ ഒന്ന് എടുത്താൽ മതി. ഇങ്ങനെ മറിച്ചിട്ടിട്ട് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഇത് വെന്തിട്ടുണ്ടാവും. നല്ല തിന്നായിട്ടുള്ളതല്ലേ, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ ത്രികോണത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങ് മടക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ നീർദോശ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.